സോ നമ്മൾ ടു ഫേസ് മെത്തേഡിൻ്റെ ഒരു പ്രോബ്ലമാണ് സോൾവ് ചെയ്യാൻ പോകുന്നത് ഇന്ന്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാക്സിമൈസ് ഇസഡ് ഇസിക്കൽ ടു 5x1 - 4x2 + 3x3 which is subjected to 3 constraints. So as shown in the question. സോ നമുക്കറിയാം ടു ഫേസ് മെത്തേഡിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ കൺസ്ട്രെയിൻസ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ കൺസ്ട്രെയിൻസിനെ സ്റ്റാൻഡേർഡ് ഫോമിലാക്കുക എന്നുള്ളതാണ്. സോ ഇവിടുത്തെ നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഫസ്റ്റ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ഈക്വൽ ടു സൈൻ ആണ്. സോ അവിടെ സ്ലാക്കോ സർപ്ലസോ വേണ്ട, എന്ത് ചെയ്താൽ മതി, പകരം ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിൾ കൊണ്ടുവന്നാൽ മതി. അതാണ് എന്ത്, A1 എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ വേരിയബിൾ. അടുത്തത് രണ്ടാമത്തതിനകത്ത് കേസിൽ ലെസ് ദാൻ കൺസ്ട്രെയിൻ ആയതുകൊണ്ട് ജസ്റ്റ് ഒരു സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്തു. മൂന്നാമത്തതും അങ്ങനത്തെ വേരിയബിൾ ആയതുകൊണ്ട് ഒരു സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്തു. അതെല്ലാം തന്നെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്നാക്കി കഴിഞ്ഞു. നമുക്കറിയാം ടു ഫേസ് മെത്തേഡിൽ നമ്മൾ പുതിയൊരു ആർട്ടിഫിഷ്യൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ W എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കൊണ്ടുവരുന്നു. അതെന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു സം ഓഫ് ദ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആണ്. ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ വേരിയബിളേ ഉള്ളൂ, ദാറ്റ് ഈസ് W ഈസ് ഈക്വൽ ടു A1. സോ വി ക്യാൻ റൈറ്റ് എല്ലാ കൺസ്ട്രെയിൻസും ഉൾപ്പെടുത്തി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇതിനെ, W ഈസ് ഈക്വൽ ടു 0x1 + 0x2 + 0x3 + 1A1 + 0x1 + 0x2. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിന് x1ഉം x2ഉം x3ഉം 0 ആക്കി കൺസ്ട്രെയിൻസിൽ കൊടുത്താൽ ഇവിടെ x1 x2 x3 0 ആക്കിയാൽ A1 ഈസ് ഈക്വൽ 20, ഇവിടുത്തെ കേസിൽ S1 ഈസ് ഈക്വൽ 76, ഇവിടുത്തെ കേസിൽ S2 ഈസ് ഈക്വൽ 50. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യാൻ പോവുകയാണ്, സിംപ്ലക്സ് ടേബിൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് നമുക്ക് വരുന്ന റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമുക്കറിയാം എത്ര കോളം വേണമെന്ന് ചോദിച്ചാൽ മൊത്തം നമുക്ക് 6 വേരിയബിൾസ് ആണുള്ളത്. സോ 6 + 5 കോളംസും 3 കൺസ്ട്രെയിൻസ് ഉള്ള സ്ഥിതിക്ക് 3 + 4 7 റോസും അടങ്ങുന്ന ടേബിൾ വരയ്ക്കുക. അതിനുശേഷം ഫസ്റ്റ് നമ്മുടെ ഇക്വേഷൻ ഓർഡറിൽ തന്നെ വേരിയബിൾസ് എഴുതിയാൽ നന്നായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ A1 ആണ് ആദ്യം വരുന്നത്. സോ ബേസിസ് ആയിട്ട് A1 S1 S2 നമ്മളത് 3 എഴുതി. കറസ്പോണ്ടിങ് കൺസ്ട്രെയിൻസ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോന്ന് ഫില്ലപ്പ് ചെയ്യുകയാണ്. അതായത് x1 x2 x3 s1 s2 A1 എന്ന് പറയുന്ന വേരിയബിൾസ് എഴുതി കഴിഞ്ഞു. അതിൻ്റെ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻറ്റ് നമ്മുടെ പുതിയ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നോക്കി എഴുതി. x1 0 x2 0 x3 0 s1 0 s2 0 A1 ഈസ് ഈക്വൽ ടു 1. അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് അവിടെ എഴുതണം കോസ്റ്റ് ഓഫ് ദി ബേസിസ് വേരിയബിൾസ്. അതായത് A1 എന്ന് പറയുന്നത് 1, S1 എന്ന് പറയുന്നത് 0, S2 എന്ന് പറയുന്നത് 0. സോ നമുക്ക് ഇനി അടുത്ത കണ്ടുപിടിക്കാനുള്ളത് ZJ ആണ്. ZJയുടെ ഫോമിൽ നമുക്കറിയാം എന്താണ്, CB ഇൻറ്റു കറസ്പോണ്ടിങ് കോളം എലമെൻറ്റ്സ് ആണ്. സോ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാം. ഫസ്റ്റ് ZJ എന്താണ്, 1 × 2 + 0 × 6 + 0 × 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. സോ ഇതേ കണക്ക് സിമ്പിൾ നമുക്ക് എല്ലാം എഴുതാം. സോ നമ്മൾ അത്ര എഴുതി. 1 - 6 0 0 1. അടുത്ത ലാസ്റ്റ് കേസിൽ 1 × 20 + ബാക്കിയെല്ലാം 0, സോ ഈസ് ഈക്വൽ ടു 20. സോ ZJ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം, CJ - ZJ കണ്ടുപിടിക്കണം. CJ 0 ആണ്, ZJ 2 ആണ്. സോ 0 - 2 ഈസ് ഈക്വൽ -2. സോ അതേ കണക്ക് -1 6 0 0 ആൻഡ് 0. സോ നമ്മൾ CJ - ZJ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യണം. സോ ഇവിടുത്തെ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത് CJ - ZJ എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി ആക്ച്വലി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. കാര്യം ഇതൊരു മിനിമൈസേഷൻ ഒബ്ജക്റ്റീവാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ആർട്ടിഫിഷ്യൽ മിനിമൈസേഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇവിടുത്തെ കേസിൽ ഇതാണ് ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ. പക്ഷെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇതെല്ലാം പോസിറ്റീവ് അല്ല, ദർ ആർ സം വാല്യൂസ് വിത്ത് നെഗറ്റീവ്സ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് വീണ്ടും ഫർദറായിട്ട് കണ്ടിന്യൂ ചെയ്യണം. അതിൻ്റെ കേസിൽ ഏറ്റവും മോസ്റ്റ് നോൺ നെഗറ്റീവ് എന്ന് പറയുന്ന കോളം വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ഇവിടുത്തെ കേസിൽ മോസ്റ്റ് നോൺ നെഗറ്റീവ് എന്ന് പറയുന്നത് -2 അടങ്ങുന്നതാണ്. അപ്പോൾ മനസ്സിലായി x1 എന്ന വേരിയബിളാണ് പുതിയതായിട്ട് എൻ്റർ ചെയ്യാൻ പോകുന്ന വേരിയബിൾ. ഇനി അടുത്ത ഔട്ട് ഗോയിങ് വേരിയബിൾ കണ്ടുപിടിക്കണം. സോ ഔട്ട് ഗോയിങ് വേരിയബിളിൻ്റെ കേസിൽ നമ്മൾ ചെയ്യുവാണ്, അതിനാദ്യം ഫസ്റ്റ് തീറ്റ കണ്ടുപിടിക്കണം. തീറ്റ എന്ന് പറഞ്ഞാൽ B/2 നമ്മുടെ കറസ്പോണ്ടിങ് ഇവിടുത്തെ എലമെൻറ്റ്സ്. സോ 20 / 2 ഈസ് ഈക്വൽ ടു 10, 76 / 6 ദാറ്റ് ഈസ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 38/3 and 50 / 8 that is 25/4. സോ ഇതിൽ ഏറ്റവും മിനിമം വാല്യൂ ഏതാണ്, 10,
38/3 എന്ന് പറയുന്നത് ഇറ്റ്സ് സംവാട്ട് 12 പോയിൻറ്റ് സംതിങ്, 25/4 എന്ന് പറയുന്നത് ഇറ്റ്സ് അക്കൗണ്ട് 6 പോയിൻറ്റ് സംതിങ്. സോ ഇത് ഏറ്റവും മിനിമം വാല്യൂ എന്താണ്? 25/4. സോ ഇതാണ് നമ്മുടെ ഇവിടുന്ന് പറഞ്ഞു വിടുന്ന റോ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് S2 ഈസ് ഗോയിങ് ടു ബി ലീവ് ഫ്രം ഹിയർ ആൻഡ് x1 ഈസ് ഗോയിങ് ടു എൻറ്റർ. സോ കീ റോയിൽ നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി 8 ആണ് നമ്മുടെ കീ എലമെൻറ്റ്, അതായത് രണ്ടിൻ്റെ ഇൻ്റർസെക്ഷനായ കീ എലമെൻറ്റ് 8 ആണ്. സോ നമുക്കിവിടെ FR റേഷ്യോ ഫില്ലപ്പ് ചെയ്യാം. FR എന്താണ്? A1-നും S1-നുമാണ് FR വേണ്ടത്. FR is equal to 2/8, ദാറ്റ് ഈസ് 1/4. അടുത്ത കേസിലോ 6/8 is equal to 3/4. സോ നമ്മൾ FR റേഷ്യോ എഴുതി. അപ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ വേരിയബിൾ, അതായത് ഈ പർട്ടിക്കുലർ ടേബിളിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ്. എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്? നമ്മൾ ഇതിനെ പുതിയൊരു ടേബിൾ കൺസ്ട്രക്റ്റ് ചെയ്യണം. കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ അവിടെ പകരം S2-ന് പകരം x1 വരണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ ടേബിൾ കൺസ്ട്രക്റ്റ് ചെയ്തു. നമുക്കറിയാം A1 അതേപോലെ സസ്റ്റെയിൻ ചെയ്യും, S1 അതേപോലെ സസ്റ്റെയിൻ ചെയ്യും. S2-ന് പകരം ആര് വന്നു? x1 വന്നു. കാര്യം നമ്മൾ കഴിഞ്ഞോട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ x1 S2-നെ റീപ്ലേസ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കിയത്. ഇനി നമുക്ക് അതിൻ്റെ വേരിയബിൾസ് എഴുതാം. സോ ആദ്യം ഏത് എഴുതണം? പുതിയതായിട്ട് വന്ന x1 വേരിയബിൾസ് എഴുതാം. അതെന്ത് ചെയ്താൽ മതി? ഈ S2-നെ ഡിവൈഡ് ബൈ കീ എലമെൻറ്റ്, അതായത് 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. ദാറ്റ് ഈസ് S2 ഈസ് ഗോയിങ് ടു റീപ്ലേസ് വിത്ത് S2 ഡിവൈഡ് ബൈ ദ കീ എലമെൻറ്റ് 8. അങ്ങനെ ചെയ്താൽ നമുക്ക് പുതിയ എന്ത് കിട്ടും? x1 വാല്യൂസ് കിട്ടും. നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് 8 ഡിവൈഡ് ബൈ 8 ഈസ് ഈക്വൽ ടു 1 മൈനസ് 3/8. x3യുടെ കറസ്പോണ്ടിങ് വാല്യൂ 6 ആണ്. സോ 6/8 ദാറ്റ് ഈസ് 3/4. 0/8 0, 1/8 1/8, വീണ്ടും 0/8 0/8 0 ആൻഡ് 50/8 ദാറ്റ് ഈസ് 25/4. സോ ഇനി നമുക്ക് അടുത്ത് എന്താണ് എഴുതേണ്ടത്? S1 അതായത് വേണം. സോ നമ്മൾ പ്രീവിയസ് ടേബിളിൽ പോവുക. നമുക്കറിയാം S1 എന്ന് പറഞ്ഞാൽ എങ്ങനെ റീപ്ലേസ് ആകുന്നത്? നമ്മുടെ FR റേഷ്യോ പ്രകാരം S1 ഈസ് ഈക്വൽ ടു S1 മൈനസ് അതിൻ്റെ കറസ്പോണ്ടിങ് FR ഇൻറ്റു S2. സോ ആദ്യത്തോടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസിൽ 6 മൈനസ് FR ഈസ് ഈക്വൽ 3/4 ഇൻറ്റു എത്രയാണ്? 8. സോ എന്ത് കിട്ടും? 6 മൈനസ് 3/4 ഇൻറ്റു 8, അതായത് 6 മൈനസ് 6 ഈസ് ഈക്വൽ ടു 0. സോ ഇതേ കണക്ക് നമുക്ക് എന്ത് ചെയ്യാം? S1 എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഫില്ലപ്പ് ചെയ്യാം. A1-ൻ്റെ കേസിലാണെങ്കിൽ A1 എങ്ങനെ മാറാൻ പോകുന്നത്? A1 ഈസ് ഈക്വൽ ടു A1 മൈനസ് 1/4 ഇൻറ്റു S2. സോ അതാണ് ഫോർമുലാസ്. നമുക്കിനി അത് സോൾവ് ചെയ്യാം. സോ അത് നമ്മൾ എഴുതി കഴിഞ്ഞു. അങ്ങനെ CB 1 ആണ്, S1-ൻ്റെ 0, x1-ൻ്റെതും 0. സോ നമുക്ക് അടുത്ത് എന്ത് ചെയ്യണം? ZJ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞ് CJ മൈനസ് ZJ കണ്ടുപിടിക്കണം. ZJ നമുക്കറിയാം 1 × 0 + 0 × 0 + 0 × 1. സോ അതേ കണക്ക് നമുക്ക് എല്ലാം എഴുതാം. 1 × 7/4 + 0 ആകുമ്പോഴത്തേക്ക് ബാക്കി 0, ദാറ്റ് ഈസ് 7/4 തന്നെയാണ്. അടുത്തത് മൈനസ് 15/2. അടുത്ത കേസിലാകുമ്പോൾ 0 മൈനസ് 1/4. അടുത്ത കേസിലാകുമ്പോൾ 1. സോ ഇവിടുത്തെ കേസിലാകുമ്പോൾ 15/2. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? CJ മൈനസ് ZJ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് 0 - 0 മൈനസ് 7/4. അടുത്ത പ്ലസ് 15/2 ആണ്. 0 മൈനസ് 15/2 ആകുമ്പോൾ പ്ലസ് 15/2. 0 1/4 0. സോ നമുക്ക് കിട്ടി. അപ്പോൾ ഈ ടേബിൾ നോക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ ചെക്ക് ചെയ്യണം. കാര്യം എന്താ? ഇവിടെ എല്ലാം CJ മൈനസ് ZJ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണ് നമ്മുടെ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ. പക്ഷേ ഇവിടുത്തെ കേസിൽ ഇറ്റ്സ് നോട്ട് ഒപ്റ്റിമൽ. കാര്യം എന്താ? ഇവിടെ ഒരെണ്ണം നെഗറ്റീവായിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത ഐട്രേഷനിലേക്ക് പോകണം. ആ ഐട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടുത്തെ മോസ്റ്റ് നോൺ നെഗറ്റീവ്, അതായത് ഇവിടെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് മൈനസ് 7/4. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് തീറ്റ വാല്യൂസ് കണ്ടുപിടിക്കണം. തീറ്റ വാല്യൂ നമുക്കറിയാം B ഡിവൈഡ് ബൈ x2 എലമെൻറ്റ്സ് ആണ്. അത് നമുക്ക് സോൾവ്. സോ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് തീറ്റ വാല്യൂസ് ഇങ്ങനെ കിട്ടും. സോ ഇവിടുത്തെ കേസിൽ ഒരെണ്ണം നോൺ നെഗറ്റീവ് ആവുന്നുണ്ട്, അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. സോ ബാക്കിയുള്ള രണ്ടെണ്ണത്തിൽ ഏതാണ് മിനിമം നോക്കുക. സോ 30/7 എന്ന് പറയുന്നത് സംവാട്ട് റിലേറ്റഡ് ടു 4 പോയിൻറ്റ് സംതിങ് വരും. 154/29 എന്ന് പറയുന്നത് സോ ഇറ്റ്സ് ഈക്വൽ ടു 5 പോയിൻറ്റ് സംതിങ് വരും. സോ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇതാണ് ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത്. സോ നമ്മൾ അതിനെ ഒബ്റ്റെയിൻ ചെയ്തു.
സോ ഇതാണ് നമ്മുടെ രണ്ട് കീ എലമെൻറ്റ്സ്. അതായത് x2 ഈസ് ഗോയിങ് ടു എൻറ്റർ ബൈ റീപ്ലേസിങ് a1 എന്ന് മനസ്സിലാക്കുക. സോ അവിടുത്തെ കേസിൽ 7/4 ആണ് നമ്മുടെ കീ എലമെൻ്റ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ അത് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, FR റേഷ്യോ കണ്ടുപിടിക്കാം. FR റേഷ്യോ ആർക്കൊക്കെ വേണ്ടേ, S1നും X1നുമാണ് വേണ്ടത്. സോ FR റേഷ്യോ എന്ന് പറയുന്നത് x1ൻ്റെ കറസ്പോണ്ട് 29/4 ഡിവൈഡ് ബൈ 7/4 ആണ്. ദാറ്റ് ഈസ് 29/7 എന്നും, അടുത്ത കേസിൽ -3/8 ഡിവൈഡ് ബൈ 7/4 എന്നും. സോ ഇവിടുത്തെ കേസ് വന്നാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ -3/8 ഡിവൈഡ് ബൈ 7/4 ഈസിക്കൽ 4 × 4/7 ഈസിക്കൽ ടു -3/14. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയ FR റേഷ്യോ. സോ അത് നമുക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ടേബിളിലേക്ക് പോകാം. കാര്യം ഇവിടെ അടുത്ത ടേബിൾ വരുമ്പോൾ എങ്ങനെ വരും, വി ഹാവ് ടു റീപ്ലേസ് ദിസ് പർട്ടിക്കുലർ a1 ബൈ മീൻസ് ഓഫ് x2. നമുക്കത് ചെയ്യാം. അതിനുവേണ്ടി വീണ്ടും ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. സോ നമ്മളിതെല്ലാം റീപ്ലേസ് ചെയ്തു, x2നെ കൊണ്ടുവന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് x2ൻ്റെ എലമെൻറ്റ്സ് എഴുതാം. x2 എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കീ എലമെൻറ്റ് ഡിവൈഡ് ചെയ്യുന്നത്, അതായത് 0 ഡിവൈഡ് ബൈ 7/4, 7/4 ഡിവൈഡ് ബൈ 1. സോ നമുക്ക് അങ്ങനെ തന്നെ റീപ്ലേസ് ചെയ്യാം. ഇവിടെ ആർട്ടിഫിഷ്യൽ വേരിയബിൾ നമ്മൾ ബിഗ്ഗം മെത്തേഡ് പോലെ പറഞ്ഞൊന്നും വിട്ടിട്ടില്ല, അത് അതേപോലെ സസ്റ്റെയിൻ ചെയ്തിരിക്കുകയാണ്. സോ അത് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ, ബിഗ്ഗം കേസിൽ മാത്രമേ അതിനെ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ കളയുന്നുള്ളൂ. ഇനി അത് അടുത്ത ഫേസിൽ അത് ഒരു ചെറിയ മാറ്റമുണ്ട് പറയാം. സോ നമുക്കറിയാം അടുത്ത കേസിലാണെങ്കിൽ 0 - 29/7 ഇൻറ്റു a1ൻ്റെ കറസ്പോണ്ടിങ് എലമെൻ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ 0 ഇറ്റ് സെൽഫ് നമുക്ക് എഴുതാം. അടുത്ത കേസിൽ x2ൻ്റെ കേസിലാണെങ്കിൽ എന്താ വരും, 29/4 - 29/7 ഇൻറ്റു 7/4 ഈസ് ഈക്വൽ 29/4 -29/4 തന്നെ വരും. ദാറ്റ് ഈസ് ഈക്വൽ 0. സോ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം, എല്ലാം ഇവിടെ സോൾവ് ചെയ്യാം. സോ നമ്മൾ ആ ടേബിളെല്ലാം ഫില്ലപ്പ് ചെയ്തു. സോ ഇനി നമുക്ക് ZJ കണ്ടുപിടിക്കാം. ZJയുടെ ഫോമുല നമുക്കറിയാം. സോ 0 0 0 0, ഇവിടെ എല്ലാം CB 0 ആയതുകൊണ്ട് വാല്യൂസ് എല്ലാം തന്നെ എന്തായിരിക്കും, 0 ആയിരിക്കും. ZJ - CJ നമുക്കറിയാം 0 0 0 0 0 1 - 1 = 1. സോ നമുക്ക് വീണ്ടും ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ ചെക്ക് ചെയ്യാം. സോ ഇവിടെ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ZJ - CJ - ZJ എന്ന് പറയുന്നത് നോക്കി എല്ലാം ഗ്രേറ്റർ ദാൻ പോസിറ്റീവ് ആണ്, അതായത് 0 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ഇസ് ഈക്വൽ ടു ഇത് ഒപ്റ്റിമൽ സൊല്യൂഷൻ നമുക്ക് കിട്ടുമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. സോ ഫേസ് 1 പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷനാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അല്ല, നമ്മൾ വേറെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കേസിലാണെങ്കിൽ ഏതെങ്കിലും കേസിൽ ഈ ZJയുടെ വാല്യൂ 0 ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം നിർബന്ധമില്ല, വേറെ ഒന്നും കൊണ്ടല്ല. കാരണം വി ആർ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് ദ മിനിമൈസേഷൻ വാല്യൂ ഫോർ ദിസ് പർട്ടിക്കുലർ ZJ. സോ അങ്ങനെയുള്ള കേസുകൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഫേസ് 2ലേക്ക് കടക്കാം. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഫേസ് 2 അവസാനിക്കുകയാണ്. കാര്യം എന്താണ്, ഫേസ് 2 വാല്യൂ നമുക്ക് കിട്ടി, ഒപ്റ്റിമൽ കണ്ടീഷൻ അച്ചീവ് ചെയ്തു. സോ ഇവിടെ കിട്ടിയ ZJ എന്ന് പറയുന്ന റെപ്രസെൻ്റ് എന്താണ്, W മിനിമം ആണ്. സോ W മിനിമം ഈസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ പറഞ്ഞു 3ഓളം കേസസ് വരാം. W മിനിമം ഈസ് ഈക്വൽ ടു 0 വന്നു. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം ഈ ബേസിസിനകത്ത് വല്ല ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഉണ്ടോ എന്ന്. എന്തുവാ, x2 S1 x1 എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ വേരിയബിൾ അല്ല, അതെല്ലാം സർപ്ലസും അല്ലെങ്കിൽ നോൺ ബേസിസ് വേരിയബിൾസും ആണ്. സോ അതുകൊണ്ട് തന്നെ ഹിയർ കണ്ടീഷൻ ഈസ് നോ ആർട്ടിഫിഷ്യൽ വേരിയബിൾ അപ്പീസ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, സോ ഇവിടെ നമുക്ക് ഫേസ് 2ലേക്ക് കടക്കാം. അതായത് ഫേസ് 2ൽ സൊല്യൂഷൻ തരുമെന്ന് നമുക്ക് മനസ്സിലായി. കാര്യം ഇവിടെ നോ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആണ്, അതുപോലെ തന്നെ W മിൻ എന്ന് പറയുന്നത് 0 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പ്രോബ്ലത്തിൽ ഫേസ് 2ലേക്ക് പോകാം. സോ ഫേസ് 2ലേക്ക് പോകുമ്പോൾ ഈ ഫേസ് 1ലെ എൻഡ് ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വരച്ച് നിർത്തിയിരിക്കുന്ന ടേബിൾ തന്നെ അതേപോലെ അങ്ങ് എടുക്കാൻ പോവുകയാണ്. ആ വാല്യൂസ് എല്ലാം തന്നെ, അതായത് അതിനകത്തുള്ള വാല്യൂസ് എല്ലാം അതേപോലെ സസ്റ്റെയിൻ ചെയ്യും. അതായത് x2ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ എലമെൻറ്റും S1ൻ്റെ കറസ്പോണ്ടിങ് റോ എലമെൻറ്റും x1ൻ്റെ കറസ്പോണ്ടിങ് റോ എലമെൻറ്റും എല്ലാം റീറ്റെയിൻ ചെയ്യും. ആകെ വ്യത്യാസം വരുന്നത് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ഫങ്ഷൻസിൻ്റെ കോഎഫിഷ്യൻറ്റ് മാറും. കാര്യം എന്താ, ഇവിടെ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഫങ്ഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതനുസരിച്ച് എന്ത് മാറും, CB മാറും. ബാക്കി എല്ലാ എലമെൻറ്റും അതേപോലെ തന്നെ നിൽക്കും. നമുക്ക് നോക്കാം എങ്ങനെ അത് മാറും എന്നുള്ളത്. സോ നമുക്കറിയാം ഇത് FRന് വേണ്ടി നമ്മൾ എഴുതിയിട്ടു CB CJ ബേസിസ് x1 x2 x3 S1 S2. ഇവിടെ നമ്മൾ എന്ത് എഴുതുന്നില്ല, A1 കൊണ്ടുവരുന്നില്ല. കാര്യം നമ്മുടെ ഫേസ് 1ൻ്റെ എൻഡ് സിറ്റുവേഷനിൽ
ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, A1നെ ഫർദർ ഫേസ് 2ലേക്ക് കൊണ്ടുപോകുന്നില്ല. അത് ഓർത്തിരിക്കുക. ഇത്ര ആലോചിച്ചാൽ മതി. 2 ഫേസ് മെത്തേഡിൽ ഫേസ് 1ൽ കിട്ടാവുന്ന സൊല്യൂഷൻസിൽ 3 കേസാണുള്ളത്. ഒന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ WMIN 0 ആവുകയും അതുപോലെ തന്നെ അല്ലെങ്കിൽ WMIN >0 ആവുകയും ആർട്ടിഫിഷ്യൽ വേരിയബിൾ വരികയും ചെയ്താൽ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ WMIN 0 ആവുകയും ആർട്ടിഫിഷ്യൽ വേരിയബിൾ വരാത്ത കേസും വരാം. ആ കേസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അല്ല, WMIN 0 ആവുകയും ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഉണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഇവിടെ കൺസിഡർ ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ ആ ആർട്ടിഫിഷ്യൽ വേരിയബിൾ നമുക്ക് ഒഴിവാക്കാം. സോ B θ എഴുതി, ഇത് റേഷ്യോ, ഇത് നമുക്ക് സൊല്യൂഷൻ. ഇനി ഈ x1ൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്താണ്? അത് 0 അല്ല. അപ്പോൾ നമ്മൾ ഏതാ എടുക്കണ്ടേ? ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലേക്ക് പോകണം. ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? Z = ആദ്യം നമുക്ക് അതൊന്ന് എഴുതിയിട്ട് നോക്കാം, ഇങ്ങോട്ട് മാറ്റി എഴുതാം. സോ Z = എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരമാണെങ്കിൽ Z = 5x1 - 4x2 + 3x3 + 0s1 + 0s2. പിന്നെ ആരുണ്ട്? ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഉണ്ട്. പക്ഷേ ഇവിടെ അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? 0a1 എന്ന് ഓർത്തിരിക്കുക. ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഇതിനകത്തോട്ട് റീപ്ലേസ് ചെയ്യാം. ഈ ടേബിൾ ബാക്കിയെല്ലാം സെയിം തന്നെ. എന്തൊക്കെ നമ്മൾ നോക്കിയേ, ഇതിൻ്റെ x1ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? നമ്മുടെ പഴയ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ 5 - 4 3 0 0 a1 നമ്മൾ എടുക്കുന്നില്ല. സോ അത് ഓക്കെയാണ്. ഇവിടുത്തെ ബേസിസ് ബാക്കിയെല്ലാം ഫില്ല് ചെയ്യുന്ന എന്ത് ചെയ്യുകയാണ്, നമ്മൾ തൊട്ട് പ്രീവിയസ് ആയിട്ട് നമ്മൾ സോൾവ് ചെയ്ത് നടത്തിയിരിക്കുന്ന ടേബിൾ x2 s1 x1 x2 s1 x1 അതിനകത്തുള്ള വാല്യൂസും എല്ലാം സെയിം തന്നെയാണ്. എന്തൊക്കെയാണ്? 0 1 - 30/7. ഇവിടെ എഴുതി എന്താണോ അത് തന്നെ ഇങ്ങോട്ട് എഴുതുന്നത്. 0 - 1/7 30/7. അതുപോലെ തന്നെ 0 0 256/7. കാരണം നമ്മൾ അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് 1 2/7 52/7 ആൻഡ് x1 എന്ത് വരും? 1 0 - 6/7 1 0 - 6/7 0 1/14 55/7. സോ ഇത്രയും നിങ്ങൾക്ക് അതേപോലെ തന്നെ കോപ്പി ചെയ്യുക. ആകെ വ്യത്യാസം എന്തുമാത്രമേ വന്നുള്ളൂ, നിങ്ങൾ കോഎഫിഷ്യൻറ്റിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് മാറ്റി. സോ അതുകൊണ്ട് തന്നെ CB വാല്യൂസ് മാറും. x2ൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എത്ര? -4. s1ൻ്റെ കറസ്പോണ്ടിങ് 0. x1ൻ്റെ കറസ്പോണ്ടിങ് 5. സോ ഇത് റീപ്ലേസ് ആയി. സോ ഇത് മാറിയോണ്ട് തന്നെ ZJ വേറെ ആയിരിക്കും. ZJ എന്താണ്? -4 × 0 + 0 × 0 + 5 × 1 ദാറ്റ് ഈസ് 5. അടുത്ത കേസിലോ -4. സോ അടുത്ത കേസിലോ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് -69/7 എന്ന് കിട്ടും. നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കാം. അടുത്ത കേസിൽ 0 എന്ന് കിട്ടും. അടുത്ത കേസിൽ -4 × -1 4/7 + 5/14 എന്ന് കിട്ടും = -13/14. ആൻഡ് ഇവിടുത്തെ കേസിൽ സോൾവ് ചെയ്യുമ്പോൾ -4 × 30/7 + 5 × 55/7. സോ അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും, ദാറ്റ് ഈസ് 155/7. ഇതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണ്. +13/4 കാര്യം +4/7 +5/14 ആണ്. സോ ദാറ്റ് ഈസ് 13/4. ഒരു സെക്കൻഡ്, എനിക്ക് ഇത് തെറ്റിപ്പോയി, ഒരു മിനിറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാം. സോ ഇവിടുത്തെ വരുന്നത് -4 × -30/7 = 5 120/7 എന്ന് കിട്ടും. -30/7 90/7 ആണ്. സോറി 90/7. ബാക്കി 0 13/4 155/7 കറക്റ്റ്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ZJ - CJ കണ്ടുപിടിക്കാം. സോ CJ - ZJ കണ്ടുപിടിക്കാം. 5 - 5 = 0. -4 - 1 = 0. ഇവിടെ 3 - 90/7 = 21 - 90/7 വരെ -69/7 0 -13/14. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ ചെക്ക് ചെയ്യാം. സോ നമുക്കറിയാം ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസേഷൻ ആണ്. സോ മാക്സിമൈസേഷൻ്റെ കേസിനാണ് ZJ - CJ - ZJ ഷുഡ് ബി <= 0. ഇവിടെ നോക്കിയേ, എല്ലാം അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വീണ്ടും പഴയ പോലെ മാക്സിമൈസേഷനിലേക്ക് എത്തി.
സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ ചെക്ക് ചെയ്യുകയും ഇവിടെ എന്താണ് ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പറയാം ഈ ടേബിൾ തന്നെ എന്ത് തരാണ്, ഒപ്റ്റിമൽ ഫീസിബിൾ സൊല്യൂഷൻ തരുമെന്ന് നമുക്ക് പറയാം. സോ ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇൻ കേസ് സ്റ്റോപ്പ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് ചെയ്യുന്ന പോലെ സിംപ്ലക്സ് മെത്തേഡ് പോലെ എന്ത് ചെയ്യണം, ഇതിനകത്ത് മോസ്റ്റ് പോസിറ്റീവ് വാല്യൂസ് എടുക്കുക, വീണ്ടും റേഷ്യോ കണ്ടുപിടിക്കുക, കീ എലമെൻറ്റ്സ് വെച്ച് മുന്നോട്ട് പോവുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇതിൻ്റെ ഉത്തരം എന്താണ്, x2 = 30/7, x1 = 55/7, zj = 150/7, x3 = 0. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പം ഒന്ന് ബ്രീഫ് ചെയ്യുവാണെങ്കിൽ ഇത്രയുമാണുള്ളത്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ 2 ഫേസ് മെത്തേഡ് ആണെങ്കിൽ ആദ്യം അതിൻ്റെ കൺസ്ട്രെയിൻസിനെ എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക, പുതിയൊരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കൊണ്ടുവരിക, അതായത് സം ഓഫ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്, അതിനെ നമ്മൾ x1 പോലുള്ള അല്ലെങ്കിൽ മറ്റ് വേരിയബിൾസ് എല്ലാം ചേർത്തുകൊണ്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഡിസ്ക്രൈബ് ചെയ്യുക, ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അത് വെച്ചുകൊണ്ട് നമ്മൾ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. ടേബിൾ കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ പഴയ പോലെ സിംപ്ലക്സ് മെത്തേഡ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ എപ്പോഴും ആർട്ടിഫിഷ്യൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ഇത് മിനിമൈസേഷൻ തന്നെയായിരിക്കും, അതൊരിക്കലും മാറുന്നില്ല. സോ നിങ്ങളത് സോൾവ് ചെയ്ത് പോവുക. എപ്പോഴാണ് ഓപ്റ്റിമൽ കണ്ടീഷൻ അച്ചീവ് ചെയ്യുന്നത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഫേസിൽ ഇസഡ് വാല്യൂ 0 ആവുകയാണെങ്കിൽ, അതായത് ഇസഡ് ബിയുടെ കറസ്പോണ്ടിങ് കോളത്തിലുള്ള വാല്യൂ 0 ആവുകയാണെങ്കിൽ അവിടെ വെച്ച് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. കാര്യം ഓപ്റ്റിമൽ കണ്ടീഷൻ അത് അച്ചീവ് ആയി എന്ന് നമുക്ക് അർത്ഥമാക്കാം. സോ അതിനുശേഷം ഫേസ് 2ലേക്ക് പോവുക. ഫേസ് 2ൻ്റെ സ്റ്റാർട്ടിംഗ് ടേബിൾ എന്ന് പറയുന്നത് ഫേസ് 1ൻ്റെ അവസാനത്തെ ടേബിളാണ്. ആകെ വ്യത്യാസം വരുന്നത് നമ്മുടെ പുതിയ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഉണ്ടായിരുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പുതിയ ബോക്സ് കംപ്ലീറ്റ് ചെയ്യാൻ. ആ സമയത്ത് ആർട്ടിഫിഷ്യൽ വേരിയബിൾ എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് തൊട്ട് പ്രീവിയസ് കേസിൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഉണ്ടോ ഇല്ലയതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. അതിനുശേഷം വീണ്ടും അത് കാൽക്കുലേഷനിലേക്ക് പോവുക, ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ആ ചെക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലുണ്ടായിരുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണോ, മാക്സിമൈസേഷൻ ആണെങ്കിൽ മാക്സിമൈസേഷൻ, മിനിമൈസേഷൻ ആണെങ്കിൽ മിനിമൈസേഷൻ, അത് വെച്ച് വേണം ചെക്ക് ചെയ്യാൻ. അതിനുശേഷം ഫൈനൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇതാണ് 2 ഫേസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ.